നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്കൊരു നെല്ലിക്ക അച്ചാർ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വാട്ടിയാലോ. ഞാൻ വാട്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചു നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് അതെ നല്ലതായിട്ട് നമ്മളുടെ ഇത് ഒന്ന് തിളയ്ക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് വെളുത്തുള്ളി എടുക്കാം. നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം. ഓക്കെ, ചെറുതായിട്ട് നമുക്ക് ചോപ്പ് ചെയ്യാം. ചെറുതായിട്ട് നമുക്ക് ചോപ്പ് ചെയ്യാം. ഓക്കെ, വളരെ കുറച്ച് സാധനങ്ങൾ പറയുകയും വെളുത്തുള്ളിയായി, നമ്മുടെ പച്ചമുളക് കുറച്ച് എടുക്കാം. ഒരു ഇതിനധികം എത്ര നല്ല എരിവുള്ള മുളകാണ്. ചെറുതായിട്ട് നമുക്ക് ചോപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി എടുക്കാം. ഇഞ്ചി അതുപോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം. ചെറുതായിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. നമ്മളിപ്പോൾ ഈ ഇപ്പം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കരിവേപ്പില, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം നമുക്കിതിനകത്ത് മതി. അപ്പം ഇപ്പം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ അത് കമ്പൽസറിയാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഈ വാട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ നെല്ലിക്ക, ഇത് വലിയ നല്ല വലിപ്പമുണ്ട് കേട്ടോ. അപ്പം ഈ നെല്ലിക്ക നിങ്ങളിപ്പോൾ കണ്ടില്ലേ ഞാനിത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇത് നിങ്ങളൊന്ന് വരയണം, നല്ലതായിട്ട് വരയണം. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഇതിനകത്ത് ഉപ്പും മുളകും പുളിയൊന്നും കയറില്ല. അപ്പം ഞാനത് ചെറുതായിട്ട് വരഞ്ഞെടുക്കും. അപ്പോൾ നമുക്ക് അതേപോലെ നമുക്കത് കിട്ടും. അല്ലെങ്കിൽ ഒത്തിരി ടൈം എടുക്കും അതിനകത്ത് ഉപ്പും മുളകും ഒക്കെ കയറണമെങ്കിൽ. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഒരു രണ്ട് ദിവസം കൊണ്ടൊക്കെ ഇതിനകത്ത് എല്ലാം നല്ലതായിട്ടത് കയറും. വളരെ കുറച്ച് സാധനങ്ങൾ മതി. കണ്ടില്ലേ, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയും കായപ്പൊടിയും ഉലുവപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മഞ്ഞളും മാത്രം മതി ഇതിനകത്ത്. വളരെ കുറച്ച് സാധനങ്ങൾ ഇതിനകത്ത് നോക്കും. നിങ്ങളൊന്നും കണ്ടില്ലേ, വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം നമുക്ക് ഇതിനകത്ത് മതി നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിത് വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഏത് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ എന്താണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് കടുകിടാം. കടുക് അത്യാവശ്യം നല്ലതായിട്ട് പൊട്ടിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ഇടാം, പിന്നെ നമുക്ക് ഇഞ്ചി ഇടാം, പിന്നെ പച്ചമുളക് ഇടാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കരിവേപ്പില ഇടാം. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇങ്ങനെ വരും. അതായത് നല്ല ഒരു ഫ്ലേവർ നമ്മുടെ മൂക്കിലടിക്കും. ഇത് നമ്മൾ ഭയങ്കര ട്രഡീഷണലായിട്ട് വളരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു സാധനമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് ഇത്. എല്ലാവർക്കും ഈ അച്ചാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാറുകൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അച്ചാറുകൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അത് നല്ലതായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. നോക്കൂ, നല്ല ബ്രൗൺ കളറായിട്ടില്ലേ. ഇനി നമുക്ക് നമ്മളുടെ നെല്ലിക്ക അതിനകത്ത് ആഡ് ചെയ്യണം. നോക്കൂ, നല്ലതായിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഓക്കെ, ഇനിയാണ് നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടുന്നത്. നോക്കൂ, ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം കേട്ടോ. നല്ലതായിട്ട് നമ്മൾ ഈ ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. കൂട്ടുകാരെ, നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങളിപ്പം ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ വിട്ടു പോകുന്നത്, നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കറിയാൻ പറ്റുള്ളൂ എൻ്റെ ഒരു പുതിയൊരു ചാനലല്ലേ. സോ യു മസ്റ്റ്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഞാൻ ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യണം. നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. ഞാൻ എപ്പോഴും കൂടുതലായിട്ട് ഞാൻ കശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ.
കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിതിടാം. പിന്നെ കുറച്ച് ഉലുവാപ്പൊടി, കായം, ഇത് രണ്ടും ഞാൻ ആഡ് ചെയ്തു. ഇത്രയേ ഉള്ളൂ നമ്മളുടെ അച്ചാറിൻ്റെ സാധനങ്ങൾ. പിന്നെ പല രീതിയിൽ ഇനിയിപ്പം നമുക്ക് ചിലർ കുറച്ച് കടുക് നമുക്ക് പൊടിച്ചിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഇതിനൊക്കെ ഇപ്പം ഈ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ നെല്ലിക്ക അച്ചാറിനകത്തോടൊന്നും നമുക്ക് ഇടേണ്ട കാര്യം. നേരെ മറിച്ച് നമുക്ക് ഒരു മാങ്ങാച്ചാറൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ പൊതുവേ വളരെ ഇത് രീതിയിലാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അതിനകത്തു നിന്നുള്ളൊരു ഡിസ്റ്റർബൻസ് നമ്മൾ ഈ അച്ചാറുകളിൽ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. അതായതെന്ന് പറഞ്ഞാൽ ഇത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രുചിയെക്കുറിച്ച് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഇതിനകത്ത് ഒരു കോംപ്രമൈസ് ഇല്ല. ഓക്കെ, കുറച്ച് വിനാഗിരി വളരെ കുറച്ചേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. വളരെ കുറച്ച് 1 സ്പൂൺ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ട് ഇപ്പോൾ 2 സ്പൂൺ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഒരു 2 സ്പൂണോ 2 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു പുളിയൊക്കെ വരും. പക്ഷെ ഞാനിതൊരു നാച്ചുറലായിട്ടാണ് ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് സുഹൃത്തുക്കളെ. ജസ്റ്റ് ഞാൻ ഇതിനകത്ത് ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. വളരെ രുചികരമായിട്ടുള്ള നമ്മളുടെ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച്.